cord. As we all know, our brain is protected by a skull. നമ്മുടെ ബ്രെയിൻ ഒരു സ്കല്ല് കൊണ്ടാണ് പ്രൊട്ടക്ട് ചെയ്തത്. മാത്രമല്ല ഒരു മെനൈഞ്ചസ് ഷീറ്റ് കൂടെ അതിനെ കവർ ചെയ്തിട്ടുണ്ട്, മെനൈഞ്ചസ് ലെയേഴ്സ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്പൈനൽ കോഡും. സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം നമ്മുടെ നട്ടെല്ല്. നമ്മുടെ നട്ടെല്ലിനകത്തൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഇറങ്ങി ചെല്ലുന്നത്. ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെനൈഞ്ചസ് ലെയറിന്, അതായത് ബ്രെയിനിനെ കവർ ചെയ്തതിന് ശേഷം നമ്മുടെ സ്പൈനൽ കോഡിനെയും കൂടെ ഈ മെനൈഞ്ചസ് കവർ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം ഉള്ളത്. സോ നമ്മുടെ ബ്രെയിനിൽ വൈറ്റ് മാറ്റർ ഇൻസൈഡിലും ഗ്രേ മാറ്റർ ഔട്ട്സൈഡിലുമാണ് ഉള്ളത്. പക്ഷെ ഇൻ കേസ് ഓഫ് ദി സ്പൈനൽ കോഡിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഗ്രേ മാറ്റർ അകത്തും വൈറ്റ് മാറ്റർ പുറത്തുമാണ്. നമ്മൾ അപ്പോഴേ ഡിസ്കസ് ചെയ്തല്ലോ എന്തുകൊണ്ടാണ് അത് വൈറ്റ് മാറ്റർ വൈറ്റും എന്തുകൊണ്ടാണ് അതിന് ഗ്രേ മാറ്ററും, അങ്ങനെ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തത്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി മൈലിനേറ്റഡ് ഷീറ്റ്, അബൻഡൻസ് ഓഫ് ദി നെർവസ് സിസ്റ്റം. അതായത് മൈലിനേറ്റഡ് ഷീറ്റ് കുറെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ വൈറ്റ് മാറ്റർ ആയിട്ട് കാണുന്നത്, വൈറ്റ് കളറിൽ. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ സ്പൈനൽ നെർവ്സിന് വന്നിട്ട് 31 പെയർസ് ഓഫ് നെർവസ് ആണുള്ളത്. 31 സ്പൈനൽ നെർവ്സ് ആണുള്ളത്. എങ്ങനെയാണ് ഈ സ്പൈനൽ നെർവ്സ് ഫോം ചെയ്യുന്നത്? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് 2 റൂട്ടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഒരു ഡോർസൽ റൂട്ടും ഉണ്ട്, ഒരു വെൻട്രൽ റൂട്ടും ഉണ്ട്. അപ്പൊ നമ്മുടെ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടെ കണക്ട് ചെയ്തിട്ട് വരുന്ന ഒരു നെർവ് ആണ് നമ്മുടെ സ്പൈനൽ നെർവ്. അപ്പോൾ നമുക്ക് സെൻസറി ആയിട്ട് ഇൻഫോർമേഷൻസ്, അതായത് ഇമ്പൾസ് ടു ദി ബ്രെയിനിലോട്ട് പോകുന്ന ഇമ്പൾസ് സെൻസറി ഇൻഫോർമേഷൻ ആണല്ലോ. അത് പാസ് ചെയ്യുന്നത് നമ്മുടെ ഡോർസൽ റൂട്ടിലൂടെയും അതേപോലെ തന്നെ ഫ്രം ദി ബ്രെയിൻ ടു ദി എഫക്റ്റഡ് ഓർഗൻ, ബ്രെയിനിൽ നിന്നും എഫക്റ്റഡ് ഓർഗൻസിലോട്ട് പാസ് ചെയ്യുന്നത് നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് വഴി. അവരാണ് നമ്മുടെ വെൻട്രൽ റൂട്ടിലൂടെയാണ് മോട്ടോർ ന്യൂറോൺസ്, അതായത് ബ്രെയിൻ ടു ദി എഫക്റ്റഡ് ഓർഗൻസിലോട്ട് പോകുന്ന ഇൻഫോർമേഷൻസ്. നമ്മുടെ ഡോർസൽ റൂട്ടിലൂടെയാണ് സെൻസറി ഇൻഫോർമേഷൻസ് സ്പൈനൽ കോഡിനെ റീച്ച് ചെയ്യുന്നത്. So the spinal reflex, that is the accidental and involuntary response towards the stimulus. ഒരു സ്റ്റിമുലസ്, അതായത് ആക്സിഡന്റ് ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു തീ പൊള്ളൽ ഏൽക്കുന്ന സമയത്ത്, ആക്സിഡന്റ് ആണ്, ഇൻവോളണ്ടറി, നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മൾ കൈ എടുത്തിരിക്കും. അതേപോലെ തന്നെ ഒരു അയൺ ബോട്ട്സ് പൊള്ളുന്ന സമയത്ത് ആക്സിഡന്റ് ആണ്, നമ്മൾ അറിയാതെ തന്നെ കൈ എടുത്തിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സെൻസേഷൻ, ഒരു വൈബ്രേഷൻ ഫീൽ, അത് മേ ബി ആക്സിഡന്റലി ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഇതായിട്ട് നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ ആക്സിഡന്റലി ഇൻവോളണ്ടറി റെസ്പോൺസ്, അത് നിങ്ങൾക്ക് ബ്രെയിനിനോട് ചോദിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ആക്ഷൻ എടുക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് ആയിരിക്കും. അതായത് നമ്മുടെ റെസിപ്റ്റർ നമ്മുടെ സ്റ്റിമുലസിനെ ഇമ്പൾസ് ആയി കൺവേർട്ട് ചെയ്ത് അത് സെൻസറി ന്യൂറോൺസ് വഴി നമ്മുടെ ഡോർസൽ റൂട്ടിലോട്ട് എത്തി. ഡോർസൽ റൂട്ടിൽ നിന്ന് മോട്ടോർ ന്യൂറോൺ, അതായത് ഡോർസൽ റൂട്ടിൽ വഴി നമ്മുടെ സ്പൈനൽ കോഡിലോട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നു. എന്നിട്ടോ നമ്മുടെ സ്പൈനൽ കോഡ് നമ്മുടെ വെൻട്രൽ റൂട്ട്, അതാണ് മോട്ടോർ റെസ്പോൺസ്. തിരിച്ചത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ബ്രെയിനിനോട് ചോദിച്ചിട്ട് വേണം ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട്. പക്ഷെ അതിനുള്ള ടൈം ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വെൻട്രൽ റൂട്ടിലൂടെ വന്ന ഇൻഫോർമേഷൻസ് മോട്ടോർ ന്യൂറോൺസിലൂടെ സ്പൈനൽ കോഡിന്റെ ആക്ഷൻ എടുക്കും. എന്നിട്ട് നമ്മുടെ വെൻട്രൽ റൂട്ടിലൂടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് നമ്മുടെ മോട്ടോർ ന്യൂറോൺസിലൂടെ ആക്ഷൻസ് നടത്തും. അതാണ് അതായത് നമ്മുടെ സ്റ്റിമുലൈ, റെസിപ്റ്ററിന് നമ്മുടെ സെൻസറി ന്യൂറോൺസ് നിന്ന് ഡോർസൽ റൂട്ട് വഴി സ്പൈനൽ കോഡിലോട്ട് എത്തുന്നു. എന്നിട്ട് ഡോർസൽ റൂട്ടിനെയും വെൻട്രൽ റൂട്ടിനെയും കണക്ട് ചെയ്യുന്ന ഇന്റർ ന്യൂറോൺസ് അതിലൂടെ നമ്മുടെ വെൻട്രൽ റൂട്ടിൽ നിന്ന് നമ്മുടെ മോട്ടോർ ന്യൂറോൺസ് വഴി പിന്നെ ആക്ഷൻ ഉണ്ടാവുന്നു. അതാണ് നമ്മുടെ റെസ്പോൺസ് ഉണ്ടാവുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റവും പറഞ്ഞു, പെരിഫറൽ നെർവസ് സിസ്റ്റവും പറഞ്ഞു. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ അടിയിൽ വരുന്ന ഒരാളാണ് നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം? ആസ് വി ഓൾ നോ, നമ്മുടെ നെർവസ് സിസ്റ്റം രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ഓൾസോ ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. അതേപോലെ തന്നെയാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള ഒരു ബ്രാഞ്ച് ആണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. So this autonomous nervous system is also divided into 2 types. Autonomous nervous system രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. എന്താണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, എന്താണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമുക്ക് നോക്കാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു നായ്, അതായത് റോട്ട്വെയിലർ പോലെ ഒരു വലിയൊരു നായ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഇമാജിൻ, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സഡൻ റെസ്പോൺസ്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ SSLC റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ
സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റംസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, നമ്മൾ നോർമൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഉച്ചയോണൊക്കെ കഴിഞ്ഞ് ഉച്ചമയക്കമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ആക്ടിവിറ്റീസിലും നമ്മൾ ഒന്നും ഇൻവോൾവ് അല്ല. അപ്പോഴാണ് നമ്മൾ ഒന്നിനെ കുറിച്ചും ആലോചിക്കുന്നില്ല, നമ്മൾ വറീഡ് അല്ല, നമ്മൾ ടെൻഷൻ അല്ല. ആ സമയത്തുള്ള നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം ആണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ നമുക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആ ഒരു സമയത്ത് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ഒരു പട്ടി, അതായത് ഒരു റോട്ട്വീലർ പോലെ ഒരു വലിയൊരു നായ നിങ്ങളുടെ മുന്നിൽ നിൽക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചേഞ്ച് ആസ് വിനോ അതായത് നമ്മുടെ കണ്ണിലോട്ട് ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിപ്പോ അത് കടിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ദൂരം കാണണം. ഒരുപാട് ദൂരം റോഡിലോട്ട് കണ്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ഓടേണ്ടത്. അപ്പൊ നിങ്ങൾ ഓടുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് എക്സ്പാൻഡ് ചെയ്യും. കണ്ണെന്ന് പറയുന്നത് നിങ്ങളുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ക്ലിയർ ആയിട്ട് കാണണം, അങ്ങേയറ്റവും ഇതിലൂടെ ഓടുന്ന വഴിയും എല്ലാം കാണണം. അപ്പൊ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓക്സിജൻ വേണം. അതിനുവേണ്ടി നിങ്ങൾ നല്ലോണം ബ്രീത്ത് ചെയ്യും. നല്ലോണം ശ്വസിച്ചിട്ടാണ് നിങ്ങൾ ഓടുന്നത്, കിതച്ചുകൊണ്ട് ഓടുന്നത്. അപ്പൊ നിങ്ങളുടെ ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യും. ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ട്രെക്കിയ എക്സ്പാൻഡ് ചെയ്യും. നമ്മൾ ശ്വസിച്ചിട്ട് നമ്മുടെ ട്രെക്കിയ എക്സ്പാൻഡ് ആവും. ദെൻ നിങ്ങളുടെ ഹാർട്ടിന് എന്താ സംഭവിക്കുക? ഓടുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിന് നല്ലോണം ഫങ്ഷൻ ചെയ്യാനായിട്ട് ഓക്സിജൻ നിറയെ വേണം. നമ്മുടെ ഓക്സിജൻ എല്ലാം നമ്മുടെ സെല്ലുകളിലോട്ട് എത്തിക്കുന്നത് നമ്മുടെ ബ്ലഡ് ആണ്. അപ്പൊ നമ്മുടെ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹാർട്ട്. അപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് നല്ലോണം ഇൻക്രീസ് ആവും ഓടുന്ന സമയത്ത്. ആൻഡ് ദെൻ നമ്മുടെ ലിവറിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഓടാനായിട്ട് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഓടാനായിട്ട് എനർജി വേണം. യു നീഡ് എനർജി. സോ where you get that energy? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആ എനർജി കിട്ടുന്നത്? ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്ലൂക്കോസിൽ നിന്ന് നമ്മുടെ ലിവർ തരും. അതായത് നിങ്ങൾ കുറച്ച് മുൻപ് കഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മുൻപ് എന്ന് പറഞ്ഞാൽ കുറെ മുൻപ് നിങ്ങൾ കഴിച്ചു വെച്ചിട്ടുള്ള ഭക്ഷണം ഗ്ലൈക്കോജൻ ആയിട്ട് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലൈക്കോജൻ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഗ്ലൈക്കോജൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ആൻഡ് ദാറ്റ് ഗ്ലൂക്കോസ്, ആ ഗ്ലൂക്കോസ് ആണ് നിങ്ങൾക്ക് എനർജി തരുന്നത് ഓടാനായിട്ട്. അപ്പൊ നമ്മുടെ ലിവറിന്റെ കഴിഞ്ഞു. ആൻഡ് ദെൻ സ്റ്റൊമക്. നിങ്ങളുടെ സ്റ്റൊമക്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് സ്റ്റൊമക്ക് എന്തിനാണ്? സ്റ്റൊമക്കിലും ഇൻറ്റസ്റ്റൈനിലും നമുക്ക് ഡൈജഷൻ ആണ് നടക്കുക. അപ്പോൾ ഡൈജഷൻ നടക്കലാണോ നിങ്ങൾക്ക് ഇപ്പോ വേണ്ടത്? അതായത് ദഹന പ്രക്രിയ നടക്കുന്നതാണോ നിങ്ങൾക്ക് ഇപ്പോ ഇമ്പോർട്ടന്റ്? ഓർ അഥവാ നിങ്ങൾക്ക് ആ നായിൽ നിന്ന് രക്ഷപ്പെടുന്നതാണോ നിങ്ങളുടെ ഇമ്പോർട്ടന്റ്? നിങ്ങൾക്ക് ആദ്യം നായിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ എന്താവും? ഇത് നമ്മൾ പറയും അതെല്ലാം സ്റ്റോപ്പ് ചെയ്യും. അതായത് കുറച്ചു നേരത്തേക്ക് വളരെ സ്ലോ ഡൗൺ ആവും നമ്മുടെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഒരു അലൈൻമെന്റിൽ അത് മൂവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വളരെ കുറയും. അതായത് ഡൈജഷൻ അവിടെ വളരെയായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ സലൈവ ഡിക്രീസ് ചെയ്യും. സലൈവ പ്രൊഡക്ഷൻ. നിങ്ങളുടെ തുപ്പല് നിങ്ങൾക്ക് ഓടുന്ന സമയത്ത് വായിൽ ഒരുപാട് തുപ്പല് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുപ്പിക്കളയാനും പറ്റില്ല. അതേപോലെ തന്നെ ഈ ഒരുപാട് സലൈവ വന്നിട്ട് നമ്മുടെ ലങ്സിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പൊ പിന്നെ നമുക്ക് സലൈവ, അതാണ് ഓടുന്ന സമയത്തൊക്കെ, പേടിച്ചോടുന്ന സമയത്തൊക്കെ നമ്മുടെ നാവ് വരണ്ടു പോകും. ആ ഒരു സമയത്ത് സലൈവ സെക്രീഷൻസ് കുറയുന്നത് കൊണ്ട്. പിന്നെ നിങ്ങളുടെ യൂറിനറി ബ്ലാഡറിന് എന്താ സംഭവിക്കുക? യൂറിനറി ബ്ലാഡർ ആ ഒരു ഓടുന്ന സമയത്ത് അത് കോൺട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ യൂറിൻ പാസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് ഒരിക്കലും നടക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ യൂറിൻ വന്നിട്ട് നോർമലി റിലാക്സ്ഡ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് യൂറിൻ നിങ്ങൾ പാസ് ചെയ്യില്ല. അപ്പോൾ യൂറിൻ, അതായത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നിങ്ങളുടെ പ്യൂപ്പിൾ ഡയലേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ കഴിയും. ആൻഡ് ദെൻ നിങ്ങളുടെ ബ്രീത്തിങ് പ്രോസസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതായത് നിങ്ങൾ ട്രെക്കിയ ഡീവിയേറ്റ്സ്. ആൻഡ് ദെൻ നിങ്ങളുടെ സലൈവ, നിങ്ങളുടെ തുപ്പൽ വളരെ കുറയും. സലൈവ സെക്രീഷൻ സ്ലോസ് ഡൗൺ. ആൻഡ് അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഇൻക്രീസസ്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ലിവറിൽ എന്താ സംഭവിക്കുക? ലിവറിന് നമ്മുടെ ഗ്ലൂക്കോസായി മാറിയിട്ട് നിങ്ങൾക്ക് ഓടാനുള്ള സ്ട്രെങ്ത് തരുന്നു. ആൻഡ് ദെൻ നമ്മുടെ സ്റ്റൊമക്കിലോ വന്നിട്ട് നമ്മുടെ ഡൈജഷൻസ് വളരെ കുറയുന്നു. അതായത് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് വളരെ നല്ലോണം കുറയുന്നു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ടു യുവർ യൂറിനറി ബ്ലാഡർ? എന്താണ് പിന്നെ നിങ്ങളുടെ യൂറിനറി ബ്ലാഡറിൽ സംഭവിക്കുക? നിങ്ങളുടെ യൂറിനറി ബ്ലാഡറിൽ ആ സമയത്ത് അത് കോൺട്രാക്ട് ചെയ്യില്ല. അത് നോർമൽ സൈസ്, അല്ലെങ്കിൽ അത് അവിടെ തന്നെ അതിൻ്റെ നോർമൽ സൈസിൽ തന്നെ ആയിരിക്കും അത് നിൽക്കുക. ഇനി ഇതാണ് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ്. ഇനി ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നടക്കുക. അതായത് പ്യൂപ്പിൾ അപ്പം നോർമൽ ആയിരിക്കും, പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യും. പാരാസിമ്പത്തറ്റിക് ആണെങ്കിൽ പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യും. പിന്നെ നമുക്കറിയാം നമ്മുടെ സലൈവ ഈസ് ഓൾസോ എ ഡൈജസ്റ്റീവ് ജ്യൂസ്. നല്ലൊരു ഡൈജസ്റ്റീവ് ജ്യൂസാണ് നമ്മുടെ ഫുഡിനെ എല്ലാം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ സലൈവ പ്രൊഡക്ഷൻ ആ സമയത്ത് ഇൻക്രീസ് ചെയ്യും. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ ട്രെക്കിയ വന്നിട്ട് നോർമൽ സൈസ് ആയിരിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആയിരിക്കും. നമ്മുടെ
ഗ്ലൂക്കോസ് വന്നിട്ട് ഇവിടെ ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യും. കാരണം ഇപ്പൊ നമ്മളിവിടെ ഭക്ഷണം കഴിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു പൊസിഷനാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എനർജിന്റെ യാതൊരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ആവശ്യഘട്ടത്തിലേക്ക് ഗ്ലൂക്കോസായി മാറാനായിട്ട് നമ്മുടെ കഴിച്ചിരിക്കുന്ന ഫുഡെല്ലാം ഗ്ലൈക്കോജൻ ആയിട്ട് നമ്മുടെ ലിവറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഗ്ലൈക്കോജൻ നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യും. പിന്നീട് നിങ്ങളുടെ യൂറിനറി ബ്ലഡ് ആ സമയത്ത് കോൺട്രാക്ട് ചെയ്താലും വലിയ പ്രശ്നമില്ല. നിങ്ങൾ റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നടക്കുന്നത്. നമ്മുടെ ബോഡിനെല്ലാം കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് നമ്മുടെ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഒരു നെർവസ് സിസ്റ്റത്തിന് ഒരു ചെറിയൊരു ഡാമേജ് വന്നാൽ പോലും തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആക്ടിവിറ്റീസിലും എല്ലാം ചെറിയൊരു വ്യത്യാസം ഉറപ്പായിട്ടും കാണും. അങ്ങനെ നമുക്കൊരു 3 ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ അൾഷൈമർ ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ് ആൻഡ് ദെൻ ദി എപ്പിലെപ്സി. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അൾഷൈമർ ഡിസീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അൾഷൈമർ ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മറവി ആയിട്ടുള്ളൊരു അസുഖമാണ്. മറവി എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള മറവിയുണ്ട്. ഒന്നേ അസുഖം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കാരണം വരുന്ന മറവി. അതായത് ഇപ്പം ഇതിനെങ്ങനെ ഇപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇപ്പം നിങ്ങളൊരു വണ്ടിയിൽ വന്ന് എന്നിട്ട് നിങ്ങൾക്ക് കീ എടുക്കാൻ മറന്നുപോയി. നിങ്ങളിവിടെ റൂമിലെത്തിയതിന് ശേഷം നിങ്ങൾ കീ തപ്പുമ്പോൾ അതെവിടെയാണ് മറന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. അത് എവിടെയോ വെച്ച് മറന്നു, പക്ഷെ അത് എവിടെയാണെന്ന് ഓർമ്മയില്ല. അത് വന്നിട്ട് ഒരു ശ്രദ്ധയില്ലാത്തത് മൂലം വന്ന മറവി. ഇനി അൾഷൈമർ ഡിസീസിൻ്റെ തുടക്കമാണെങ്കിൽ, അൾഷൈമർ ഡിസീസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മറന്നതെന്ന് വരെ ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ വന്നു നിങ്ങളുടെ റൂമിലോട്ട്, പക്ഷെ നിങ്ങൾക്കറിയാം എന്തോ മറന്നു. പക്ഷെ എന്താ മറന്നത്? നിങ്ങളുടെ പേഴ്സാണോ, കീ ആണോ, ബുക്കാണോ, എന്താ മറന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇതാണ് അൾഷൈമർ ഡിസീസ്. അതായത് അപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്? അതായത് നമ്മുടെ ബ്രെയിനിലുള്ള നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ബ്രെയിനിലെ ആ കുറച്ച് ന്യൂറോൺസിൽ വന്നിട്ട് ഇൻസോല്യൂബിൾ ആയിട്ടുള്ളൊരു പ്രോട്ടീൻ, അതായത് സോല്യൂബിൾ എന്ന് പറഞ്ഞാൽ ലയിച്ചു പോകും. അപ്പോൾ ഇതിപ്പോൾ ബ്ലഡിലാണെങ്കിലും വാട്ടറിലാണെങ്കിലും ആ പ്രോട്ടീൻ ലയിച്ച് ചേരില്ല. അപ്പോൾ അത് അവിടെ തന്നെ ഒരു പൊടിയായിട്ട് നമ്മുടെ ന്യൂറോൺസിന് ചുറ്റിയിരിക്കും. അപ്പോൾ ആ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ കുറയും. പിന്നീട് ഈ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ കുറയുന്ന സമയത്ത് അതിന് കറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എല്ലാം ബ്രെയിനിലോട്ട് റീച്ച് ചെയ്യാനും അതേപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് തിരിച്ച് ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാൻ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. നമുക്കറിയാലോ, നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ മെമ്മറിയും തോട്ടും എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ന്യൂറോൺസിന് പ്രശ്നം വരുന്ന സമയത്ത് ഇതിലെല്ലാം ചെറിയ തോതിലല്ല വലിയ തോതിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് നമ്മുടെ സ്വന്തം കുടുംബക്കാരെ വരെ തിരിച്ചറിയാൻ കഴിയില്ല, ഫ്രണ്ട്സിനെ അറിയില്ല, നിങ്ങൾ ഇന്നലെ എന്താ പഠിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് വരെ നിങ്ങൾക്ക് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നിങ്ങൾ രാവിലെ എണീറ്റ് പല്ല് തേച്ച്, നിങ്ങൾക്കൊരു റുട്ടീൻ ഉണ്ടാവുമല്ലോ, പല്ല് തേച്ച് കുളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതുവരെ നിങ്ങൾക്ക് മറന്നു, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തൊരവസ്ഥയിലോട്ടാണ് ഇത് പോകുന്നത്. ഇത് വന്നിട്ട് പൊതുവേ വയസ്സായവർ, അതായത് പ്രായം ചെന്ന വാർദ്ധക്യത്തിലോട്ട് നടന്ന ഓൾഡ് പേഴ്സൺസിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിലും കൂടെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അസുഖം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നിറയെ വെജിറ്റബിൾസ്, അതായത് ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം നല്ലോണം ധാരാളം കഴിക്കുന്ന സമയത്ത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ഇൻ ദി ബ്രെയിൻ ഇൻക്രീസസ്. അത് നമ്മുടെ ബ്രെയിനിൽ കുറച്ച് മെറ്റബോളിസം എല്ലാം കൂടും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തോത്, അൾഷൈമേഴ്സ് വരുന്നതിൻ്റെ ഒരു തോത് നമുക്ക് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് എല്ലാവരും നിറയെ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം എല്ലാവരും കഴിച്ചിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് എന്താണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് നോക്കാം. അതായത് നമ്മുടെ ബ്രെയിനിലെ ഒരു സ്ട്രെച്ചർ, ഒരു ഭാഗത്തിൻ്റെ പേരാണ് ബേസൽ ഗാംഗ്ലിയോൺ. ഈ ബേസൽ ഗാംഗ്ലിയോണിന് അകത്ത്, അതായത് ബേസൽ ഗാംഗ്ലിയോണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളുണ്ട്, അവരുടെ പേരാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. എന്താണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര? സബ്സ്റ്റാൻഷ്യ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് എന്നാണ് അർത്ഥം, നൈഗ്ര എന്ന് പറഞ്ഞാൽ ഡാർക്കും. അതായത് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള പോർഷനാണ് നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള നെർവ്സ് ആണ് ഡൊപാമിൻ എന്ന് പറഞ്ഞൊരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിലീസ് ചെയ്യുന്നത്. ആരെയാണ് റിലീസ് ചെയ്യുന്നത്? ഡൊപാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ. അപ്പോൾ ഈ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള കുറച്ച് സെല്ലുകൾ, അതിനകത്തുള്ള സെല്ലുകൾക്കെല്ലാം മരണം, അതായത് അതെല്ലാം ഡിസ്ട്രക്റ്റായി പോകുന്നു, ഡിസ്ട്രക്ഷൻ അവിടെ നടക്കുന്നു. കുറച്ച് സെല്ലുകളെല്ലാം അങ്ങനെ മരിക്കുന്ന സമയത്ത് അവരുടെ ഫങ്ഷൻ നേരെ നടക്കില്ല. ഇങ്ങനെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള സെൽസുകൾ ഫങ്ഷൻ നടക്കാത്തത് കൊണ്ട് എന്താവും, അവിടെ നിന്ന് റിലീസ് ചെയ്യേണ്ട നമ്മുടെ ഡൊപാമിൻ്റെ അളവ് കുറയുന്നു. ഈ ഡൊപാമിൻ്റെ അളവ് കുറയുന്നത് മൂലം നമുക്ക് കുറച്ച് നമ്മൾ ഫിസിക്കലി
നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഡോപ്പാമിൻ, കുറച്ച് നമ്മുടെ മൂവ്മെൻറ്റ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നു. പിന്നെ അതേപോലെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉറക്കം ആയിക്കോട്ടെ, അതിൽ ഡോപ്പാമിൻ്റെ ഒരു പാർട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏതൊരു മസിൽ മൂവ്മെൻറ്റ് എല്ലാം വന്നിട്ട് നിങ്ങളുടെ ഡോപ്പാമിനാണ് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താ എപ്പിലെപ്സി എന്ന് നോക്കാം. എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ആ ഇമ്പൾസ് ട്രാൻസ്മിഷൻ്റെ അളവ് ഒന്നിലേക്ക് കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത്, അതായത് ഇറഗുലർ ആയിട്ട് പോകുന്ന സമയത്താണ് വരുന്ന ചേഞ്ചസ്. അങ്ങനെ ഇറഗുലർ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതെന്തെങ്കിലും ഇത്ര പെട്ടെന്ന് കൂടുന്നത്, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും കുറഞ്ഞു വരുന്നത്, ഇതെപ്പോഴും റെഗുലർ ആയിട്ട് വന്നതാണല്ലോ, എന്ത് ഇത്ര പെട്ടെന്ന് ഇറഗുലർ ആയെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ നമ്മുടെ ബ്രെയിനിലുണ്ടാവും. അപ്പം നമ്മുടെ ബ്രെയിൻ എന്തെന്ന് വെച്ചാൽ അതിന് തോന്നിയ പോലെ, ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ അതിന് തോന്നിയ പോലെ അങ്ങോട്ട് വർക്ക് ചെയ്യും. അതായത് നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും ആ ഒരു ടൈമിൽ. അതായത് ഇപ്പോൾ നമ്മുടെ മസിലെല്ലാം കോൺട്രാക്ട് ചെയ്യുക, അപ്പോൾ അതൊന്നും നമുക്ക് മേ ബി ആ ഒരു ടൈമിൽ ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ വായിലൂടെ നുരയും പതയും വരിക, അതേപോലെ ആ ഒരു സമയത്ത് നമ്മുടെ പല്ലല്ല ഇങ്ങനെ ഇറക്കി കടിച്ചുകൊണ്ടിരിക്കുക, അതിന് ക്ലെൻച്ചിങ് എന്ന് പറയും, ക്ലെൻച്ചിങ് ഓഫ് ദി ടീത്ത്. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് നമ്മൾ അൺകോൺഷ്യസിലോട്ട് പോയിട്ട് ഇതെല്ലാം നടക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് അതിൻ്റെ എൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ്. പക്ഷേ ഇത് വന്നിട്ട് എല്ലാവർക്കും സിംറ്റംസ് കാണിക്കണം എന്നില്ല. ഇത് ചെറിയ കുട്ടികൾ മുതലും മുതിർന്ന വയസ്സായവർക്ക് വരെ ഈ ഒരു എപ്പിലെപ്സി കാണുന്നുണ്ട്. അതായത് പഠനം വെച്ച് നോക്കുമ്പോൾ 100-ൽ ഒരാൾക്കെങ്കിലും എപ്പിലെപ്സി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത് എല്ലാവരിലും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യം കാരണം കയ്യിലിരിക്കുന്ന റിമോട്ട് താഴെ എറിഞ്ഞ് പൊട്ടിക്കുക. പക്ഷേ അയാൾ 2 മിനിറ്റ് കഴിഞ്ഞത് നോർമലാവും. ഇതെല്ലാം എപ്പിലെപ്സിൻ്റെ ഒരു ഭാഗമായിട്ട് കാണും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് അവർ നെർവസ് ആയിരിക്കും. അതായത് നല്ല പേടിയും എല്ലാത്തിനോടും നല്ലൊരു പേടി ഉണ്ടാവും ആ ആൾക്കാർക്ക്. പിന്നീട് അതായത് ഇപ്പോൾ പിന്നെ ടീച്ചേഴ്സ് എന്തെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോൾ തന്നെ അവർ നല്ലോണം വെറീഡായി, നല്ല സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടായി. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ ദി ബ്രെയിൻ അവിടെ ഇറഗുലർ ആയിട്ട് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് നമ്മൾ എപ്പിലെപ്സി എന്നാണ് പറയുക. അതിന് പ്രൈമറി സ്റ്റേജ്, പക്ഷേ വിതൗട്ട് സിംറ്റംസ്. എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും പോലെ തന്നെയാണ് നമ്മുടെ ഗാബ, അതായത് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതായത് ഒരു കൺഫ്യൂഷൻ പോലെ നമുക്കുണ്ടാവും. അതായത് നമുക്ക് നല്ലോണം നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനിൽ തന്നെ നമ്മൾ നല്ല വീക്ക്നെസ് ഉണ്ടാവും. നമുക്ക് സഡൻ ആയിട്ട് തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു ലാഗ് ഉണ്ടാവും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് ഈ മദ്യപിച്ചിട്ട് വരുന്ന ആൾക്കാരിലാണ്, അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള പേഴ്സൺസ്.